അയ്യാ വണക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ അച്ചം പുച്ഛം തെറി പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ മിണ്ടാതിരിക്കുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിലെ നാണം കെട്ട പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി പരിണമിച്ചിരിക്കുന്നു എന്ന് കേരളത്തിലുള്ള ചില സുഡാപ്പി മാധ്യമ പ്രവർത്തകന്മാർ. യവന്മാരെയൊക്കെ പോപ്പുലർ ഫ്രണ്ട് പാലൂട്ടി വളർത്തിയതാണ്. പോപ്പുലർ ഫ്രണ്ട് അകത്തേക്ക് പോയപ്പോൾ യവന്മാർക്ക് ജോലിയും കൂലിയൊന്നുമില്ല. ഇപ്പോൾ കണ്ട ടോൾ പ്ലാസയുടെ ഫ്രണ്ടിലൊക്കെ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ ടോൾ പ്ലാസ ഇപ്പോൾ പൊളിച്ചു കളഞ്ഞില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ടോൾ പ്ലാസയുടെ മുമ്പിലോട്ട് എടുത്തു ചാടി വണ്ടിയുടെ മുമ്പിൽ ആത്മാഹുതി ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ചില കറിപ്പൊടിയും മറ്റേ പൊടിയൊക്കെ കിടന്ന് പൊളയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യ അമേരിക്കയുടെ താരിഫ് നെഞ്ചത്തേറ്റ് വാങ്ങി 50%. ഇന്ത്യക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. പക്ഷേ സൈലൻസിൽ നരേന്ദ്രമോദി നൈസായിട്ട് ഒരു പരിപാടി ചെയ്തു. അമേരിക്കയ്ക്ക് മാത്രമല്ലല്ലോ നമുക്ക് താരിഫ് അടിച്ചു തരാൻ പറ്റുക. നമ്മളും താരിഫ് അങ്ങോട്ട് അടിച്ചു കൊടുത്തു. പയർ വർഗ്ഗങ്ങൾക്കാണ് നമ്മൾ താരിഫ് അങ്ങോട്ട് അയച്ചു കൊടുത്തത്. അതോടുകൂടി അമേരിക്ക ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇതൊക്കെ അറിയുന്നത് ഇപ്പോൾ ആദ്യമാണെന്ന് തോന്നിപ്പോവും. 30% താരിഫാണ് അടിച്ചു കൊടുത്തത്. അവിടെയുള്ള 2 സെനറ്റർമാർ ഡയറക്റ്റായിട്ട് ട്രംപിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇവിടുത്തെ പയർ ഉൽപ്പാദനം, നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ പയർ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയാണെങ്കിൽ ഏറ്റവും വലിയ വിപണിയും, അങ്ങോട്ടേക്ക് കയറ്റി അയക്കുമ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വ്യാപാരികളൊക്കെ അവിടെ തള്ളക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോഡ് പയറാണ് ഇവിടെ എല്ലാം കെട്ടിക്കിടക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭീകരമായിട്ടുള്ള പ്രശ്നം. അതോടുകൂടി ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മോദി ഒന്നും പറഞ്ഞില്ല. മോദിയുടെ ഒരു വലിയ പ്രത്യേകത അതാണ്. അതായത് മോദി ഒന്നും മിണ്ടില്ല. ആ സൈലൻസിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഒരുപാട് ആ സൈലൻസിനെ നമ്മൾ ഭയപ്പെടണം. മോദി ഒന്നും മിണ്ടില്ല. ഇപ്പോൾ പെഹൽഗാം അറ്റാക്ക് നടന്നപ്പോഴും നരേന്ദ്രമോദി രാവിലെ എന്നും എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റു, പല്ലി തേച്ചു, കുളിച്ചു, നേരെ നരേന്ദ്രമോദി ബീഹാർ ഇലക്ഷൻ പ്രചരണം ഉണ്ടായിരുന്നു, അവിടെ പോയി. നരേന്ദ്രമോദി അത് കഴിഞ്ഞ് കേരളത്തിലോട്ട് വന്നു. അത് കഴിഞ്ഞ് പല സംസ്ഥാനങ്ങളിലും പോയി ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്ത് നടക്കുന്ന കണ്ടപ്പോൾ ഇവിടെയുള്ള പ്രതിപക്ഷം പറഞ്ഞു, കണ്ടില്ലേ പെഹൽഗാം അറ്റാക്ക് നടന്നു കഴിഞ്ഞ ശേഷം മോദി ഇലക്ഷൻ പ്രചരണത്തിന് പോയിരിക്കുകയാണെന്ന്. 15ാമത്തെ ദിവസം പാകിസ്ഥാൻ്റെ ഷഡ്ഡി വലിച്ചൂരി അതിനകത്തുള്ള ആണവ മിസൈൽ വരെ അടിച്ച് പറത്തി ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് മോദി ഒന്നും പറയില്ല, എല്ലാം ചെയ്ത് കാണിക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൗനത്തെ നീയൊക്കെ കൂടുതൽ ഭയപ്പെടണം. മോദി എന്തുകൊണ്ടൊന്നും പറയുന്നില്ല എന്ന് പറയരുത്. അതായത് ആ പറയുന്നില്ലാത്ത സാധനം അതിൻ്റെ അടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ് പറയാത്തത്. അതുകൊണ്ട് മോദി എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കണം കേട്ടോ. എന്തായാലും ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് 50% ഇന്ത്യക്ക് മേൽ ചുമത്തിയപ്പോൾ മറ്റൊരു 500% താരിഫ് കൂടെ ചുമത്തുമെന്ന് ആ വേട്ടാവളയെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സമയത്ത് കഴിഞ്ഞ വർഷം US നിന്ന് ഇറക്കുമതി ചെയ്ത മഞ്ഞപ്പയർ ഇതിന് ഇന്ത്യ നിശബ്ദമായിട്ട് നൈസായിട്ട് 30% താരിഫ് അടിച്ചു കൊടുത്ത് ട്രംപിന് സ്വന്തം ഭാഷയിലാണ് ഈ താരിഫ് നയത്തിന് നിശബ്ദ മറുപടി നൽകിയത്. അപ്പോൾ ഇത് നരേന്ദ്രമോദി മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിപ്പോൾ യൂറോപ്പിന് വലിയ രീതിയിലുള്ള പ്രചോദനമായി മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദി ഇപ്പോൾ ഈ മഞ്ഞപ്പരിപ്പിന് 30% താരിഫ് അടിച്ചു കൊടുത്തപ്പോൾ US സെനറ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നിലവിളിച്ചു കൊണ്ട് ഓടെയാണ്. ഈ വ്യാപാര ചർച്ചകളിൽ ഇത് താരിഫ് ഒന്നെടുത്ത് മാറ്റണം, അതിൻ്റെ സാധ്യതകളൊക്കെ കൂടുതൽ പരിശോധിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ പയറൊക്കെ ചീഞ്ഞു പോവും എന്നാണ് ഇവരിവിടെ കിടന്ന് പറയുന്നത്. എന്തായാലും നോർത്ത് ഡക്കോട്ടയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ സെനറ്റർ കെവിൻ ക്രാമറും മൊണ്ടാനയിൽ നിന്നുള്ള സെനറ്റർ സ്റ്റീവ് ഡെനിസുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട് ഒരു കത്ത് കൈമാറിയിട്ട് അവർ പറയുന്നത് ഇത് അന്യായമാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് മനസ്സിൽ വിചാരിച്ച് കാണും, പിന്നെ നമ്മൾ ചെയ്യണ മാത്രം ന്യായം എന്ന് ചിലപ്പോൾ ഡൊണാൾഡ് ട്രംപ് മനസ്സിൽ വിചാരിച്ച് കാണും. എന്തായാലും ഇപ്പോൾ ഇതേ നരേന്ദ്രമോദി മോഡലിൽ നാറ്റോ ട്രംപിനെ എന്ത് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്, നേരിടാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നരേന്ദ്രമോദി മോഡലിൽ തന്നെ നേരിടുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗ്രീൻലാൻഡ് വിഷയമാണ്. ഗ്രീൻലാൻഡിൻ്റെ ഇഷ്യൂ നമുക്കെല്ലാവർക്കും അറിയാം. ഗ്രീൻലാൻഡ് ഡൊണാൾഡ് ട്രംപ് എന്നും രാവിലെ എഴുന്നേറ്റ ശേഷം അവിടോട്ട് 2 മിസൈൽ വിടുക, ഇവിടോട്ട് 2 മിസൈൽ വിടുക എന്ന് പറഞ്ഞ് കിങ് ജോങ് ഉന്നിൻ്റെ ലെവലിൽ എത്തിയിരിക്കുകയാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി. ഗ്രീൻലാൻഡ് ഇപ്പോൾ പിടിക്കുമെന്നാണ് പറയുന്നത്. അത് പിടിക്കണം, അത് വേറെ കാര്യം. പിടിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യകതയാണ്. കാരണം അതിനകത്തൂടെ ഒരു റൂട്ട് കടന്നു പോകുന്നുണ്ട്, ആർട്ടിക് സിൽക്ക് റൂട്ട് എന്നാണ് അതിൻ്റെ പേര്. അത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പലതുണ്ട് ഗുണം. ഇല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ റഷ്യയുടെ കയ്യിലെന്നൊക്കെ പറഞ്ഞാൽ 38-39 ഐസ് ബ്രേക്കർ ഷിപ്പുകളാണുള്ളത്. അമേരിക്കയുടെ കയ്യിൽ ആകെപ്പാടെ 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പിടിക്കണമെന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ആഗ്രഹം അമേരിക്കയുടെ സുരക്ഷയെ വച്ച് നോക്കുമ്പോൾ ന്യായമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് പാകിസ്ഥാൻ കിടക്കുന്നു, നമ്മൾ പറയുന്നില്ലേ പാകിസ്ഥാൻ ഇങ്ങ് പിടിച്ചേരുന്നത്, അതുപോലെയാണ് സംഭവം എന്ന് പറയുന്നത്. പക്ഷേ അത് പിടിക്കാൻ പറ്റില്ല, കാരണം അത് ഡെൻമാർക്കിൻ്റെ സ്വയംഭരണ പ്രദേശമാണ്. ഡെൻമാർക്ക് നാറ്റോയുടെ ഭാഗമാണ്. ട്രംപ് അത് പിടിക്കാനായിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ 6 രാജ്യങ്ങൾ അവിടെ കൊണ്ട് സൈന്യത്തിന് ഇറക്കി, നാറ്റോ രാജ്യങ്ങൾ. അങ്ങനെ സൈന്യത്തിന് ഇറക്കിയപ്പോൾ ട്രംപ് ഒന്ന് കിടുങ്ങി.
കാരണം നാറ്റോ രാജ്യങ്ങളൊക്കെ എന്നെ കണ്ടാൽ പെടുകുമായിരുന്നു പണ്ട്, ഇപ്പോൾ അവന്മാർ ചിരിക്കുന്ന എന്ന് ട്രംപ് വിചാരിച്ചുകൊണ്ട് ട്രംപ് എന്ത് ചെയ്തു, ഈ നാറ്റോ രാജ്യങ്ങളെ തടയണമല്ലോ എന്ന് വിചാരിച്ച് യവന്മാർക്ക്, അതായത് എന്നെ എതിർക്കുന്ന എല്ലാ നാറ്റോ രാജ്യങ്ങൾക്കും 10% താരിഫ് ഞാൻ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഒരു താരിഫ് ബോംബുമായിട്ട് രംഗത്തെത്തി. അങ്ങനെ രംഗത്തെത്തിയപ്പോൾ എന്നാൽ ഒരു ബോംബ് കൂടെ ഇറാന്ന് പറഞ്ഞുകൊണ്ട് നാറ്റോയിൽ നിന്നും കൂടുതൽ രാജ്യങ്ങൾ ഗ്രീൻലാൻഡിലേക്ക് പറന്നിറങ്ങുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അമേരിക്കയിൽ നിന്നുള്ള ഈ കനത്ത സമ്മർദ്ദത്തിൻ്റെ ആഘാതം ഉണ്ടല്ലോ, അതായത് അമേരിക്ക 10% താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ജർമ്മനി ഒന്ന് വരണ്ടു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഗ്രീൻലാൻഡിൽ നിന്ന് ജർമ്മനി കൂടും കുടുക്കി എടുത്തുകൊണ്ട് പോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ട്രംപിൻ്റെ ഭീഷണിയെ തുടർന്ന് നാശനഷ്ട നിയന്ത്രണമായി കണക്കാക്കപ്പെടുന്ന 15 ജർമ്മൻ സൈനികർ സിവിലിയൻ വിമാനത്തിൽ തിരിച്ചെത്തുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ ഇതിനകം ദുർബലമായിട്ടിരിക്കുകയാണ്, സ്വതവേ ദുർബല. ഇനി ഗർഭിണി കൂടെ ആവണ്ടെന്ന് വിചാരിച്ചു, അതായത് അടികൊണ്ട് പിമ്പിരി കെട്ടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അമേരിക്കയുമായി ഒരു വ്യാപാര യുദ്ധത്തിനോ സൈനിക സംഘർഷത്തിനോ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനി പോയി. പക്ഷേ ബാക്കിയുള്ള നാറ്റോ രാജ്യങ്ങളൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, കട്ടയ്ക്ക് നിൽക്കുകയാണ്. മറ്റേ അവനുണ്ടല്ലോ ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റ്, നമ്മുടെ ഇമാനുവൽ മാക്രോണാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. പിന്നെ യൂറോപ്യൻ യൂണിയൻ്റെ തലവന്മാരും ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഞങ്ങൾ വഴങ്ങില്ല, നിൻ്റെയൊക്കെ മറ്റേ ഗുണ്ടായിസ് എടുത്തുകൊണ്ട് നിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി, യൂറോപ്പ് അതിൻ്റെ പരമാധികാരം നിലനിർത്തുന്നതിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ്, അത്തരം താരിഫുകൾക്ക് ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധങ്ങളെ ദുർബലപ്പെടുത്താൻ കഴിയില്ലെന്നും EU പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാർമനും ട്രംപിൻ്റെ നിലപാട് എടുത്ത് തോട്ടിക്കളഞ്ഞോ എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗ്രീൻലാൻഡ് ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം, അതായത് ഇങ്ങനൊരു സംഭവത്തിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ അതിഭീകരമായിട്ടുള്ളൊരു തീരുമാനവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് അതിഭീകരമായിട്ടുള്ള തീരുമാനം? അമേരിക്ക എന്താണോ ചെയ്തത് അതുപോലെ, അതായത് അതേ നാണയത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കാനാണ് ഇപ്പോൾ നാറ്റോ തീരുമാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ നരേന്ദ്രമോദി മോഡലിൽ യവനും നമുക്ക് തിരിച്ച് താരിഫടിക്കാം, ആർക്ക്? അമേരിക്കയ്ക്കും തിരിച്ച് താരിഫടിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് ഇത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗ്രീൻലാൻഡിനെ ചൊല്ലി US-ഉം യൂറോപ്പും രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ ഒരു തുറന്ന വ്യാപാര യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് പ്രശ്നത്തെ പിന്തുണയ്ക്കാത്ത 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കനത്ത തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മറുപടിയുമായിട്ട് യൂറോപ്യൻ യൂണിയൻ പ്രത്യാക്രമണത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. അതായത് യവനെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല, ഇടിച്ചുറക്കണം, അതും ഇന്ത്യൻ മോഡലിൽ തന്നെ ഇടിച്ചുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10% തീരുവ ചുമത്തുമെന്ന് ജൂൺ 1 മുതൽ ഇത് 25% വർദ്ധിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം യൂറോപ്യൻ യൂണിയൻ സജീവമായ ഒരു ചർച്ചയിലേക്ക് പോയി. ഞായറാഴ്ച ബെൽജിയൻ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ അംബാസഡർമാരുടെ അടിയന്തര യോഗം നടന്നു. അതിൽ ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ട്രംപിൻ്റെ ഭീഷണികളെ അപലപിക്കുകയും അതിനെ ബ്ലാക്ക് മെയിൽ എന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ഇതിനൊരു വഴി എന്നവർ വട്ടം കൂടിയിരുന്നപ്പോൾ ആലോചിച്ചു. അപ്പോൾ 8 രാജ്യങ്ങൾ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും 30% തീരുവ പയറിനടിച്ചു കൊടുത്തല്ലേ ഇന്ത്യ ട്രംപിന്, മൂട്ടി തീയിട്ടതുപോലെ ഓടുകയാണ് ട്രംപിൻ്റെ സെനറ്റർമാരും വ്യാപാരികളും. ട്രംപിൻ്റെ താരിഫിൻ്റെ ഭീഷണിക്ക് മറുപടിയായി അഭൂതപൂർവമായിട്ടുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഉള്ളതിൽ അമേരിക്കയോട് കുറച്ച് കലിപ്പ് കൂടുതൽ വേണമെങ്കിൽ ഇമാനുവൽ മാക്രോണിനാണെന്ന് പറയാം. എന്തായാലും ഫിനാൻഷ്യൽ ടൈംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 93 ബില്യൺ യൂറോ, ഏകദേശം $107.71 ബില്യൺ വരെയുള്ള US ഉൽപ്പന്നങ്ങൾക്ക് നമ്മളും അങ്ങോട്ട് പ്രതികാര തീരുവ ചുമത്തണം എന്ന് പറഞ്ഞു. അമേരിക്കൻ കമ്പനികളെ യൂറോപ്യൻ വിപണിയിൽ നിന്ന് ഒഴിവാക്കുന്നത് പോലുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതോ യൂറോപ്യൻ രാജ്യങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ആഴ്ച സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കാനിരിക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ ട്രംപിനെ സമ്മർദ്ദത്തിലാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നടപടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ട്രംപ് ചന്ദ്രനിൽ ചോദിച്ചു പോയവൻ ആ ഒരു രീതിയിലായി മാറിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇതെല്ലാം യാരാളെ? റായപ്പനാളെയാ? മൈക്കിളിനാളെയാ? ബിഗിലേ എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം യാരാളെ? ട്രംപ് ഇങ്ങോട്ട് തിരിവടിച്ചു തന്നാൽ നമ്മളും അങ്ങോട്ട് തിരിവടിയും എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ് ഇവർക്കൊക്കെ ഇപ്പോൾ ഈ ധൈര്യം കിട്ടിയത്. അപ്പോൾ ശരി.